ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കപ്പുഴുക്കാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്ക എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു. അതിലേക്ക് ഒരു 30ഓളം ചക്കക്കുരുവും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 തണ്ട് കറിവേപ്പില, 6 പച്ചമുളക്, 1 പിഞ്ച് ജീരകം, 6 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. കുരുമുളകായിട്ടില്ലെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. അത് 1/2 ടീസ്പൂൺ വരെ മതിയാവും, നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച്. ഇതെല്ലാം ഒരു മിക്സിയിലിട്ട് ജസ്റ്റ് ചതച്ച് വെക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്കയിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ആവി കയറാൻ വെക്കുക. നല്ല ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, വെള്ളം തിളയ്ക്കുന്നിടം വരെ. എന്നിട്ട് ഒന്ന് തുറന്ന് നോക്കണം. ചക്ക ഒന്ന് ജസ്റ്റ് ആവി കയറിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് അരപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും മൂടി വെക്കണേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട്, ചക്കയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ചക്കക്കുരു ഇച്ചിരൂടെ വേവുണ്ട്. ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നോൺ വെജ് ആണെങ്കിൽ നമുക്ക് മീറ്റോ ഫിഷോ കൂട്ടി കഴിക്കാം. എന്നെപ്പോലെ വെജിറ്റേറിയൻ ആണെങ്കിൽ അച്ചാർ എന്തെങ്കിലും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്.